നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിന് കത്രിക ചിഹ്നം അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓട്ടോറിക്ഷ, കത്രിക, കപ്പ് ആൻഡ് സോസർ ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടായിരുന്നു അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഇതിൽ രണ്ടാമത്തെ ചിഹ്നമായ കത്രിക അനുവദിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ നിലമ്പൂരിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരുന്നു PV അൻവർ മത്സരിച്ചത്. 10 പേരാണ് നിലവിൽ മത്സരരംഗത്തുള്ളത്. ആകെ 14 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇതിൽ PV അൻവറിന്റെ അപരനടക്കം 4 പേർ പത്രിക പിൻവലിക്കുകയായിരുന്നു. കത്രിക ചിഹ്നം ലഭിച്ചതിൽ സന്തോഷമെന്ന് PV അൻവർ പ്രതികരിച്ചു. പിണറായി വിജയനും VD സതീശനും തന്നെ കത്രികയിട്ടാണ് പൂട്ടിയത്. കത്രിക പൂട്ടിട്ട 2 പേരെയും ജനങ്ങൾ കത്രിക കൊണ്ട് വെട്ടുമെന്നും PV അൻവർ പറഞ്ഞു. ആദ്യ പരിഗണന ഓട്ടോറിക്ഷക്കാണ് നൽകിയത്. പിണറായി സത്തിന്റെ അടിവേരെ കത്രിക കൊണ്ട് മുറിക്കുമെന്നും അൻവർ പറഞ്ഞു. അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും UDFന് മുന്നിൽ പുതിയ ഉപാധികൾ വെച്ച് PV അൻവർ രംഗത്തെത്തിയിരുന്നു. അടുത്ത തവണ UDFന് ഭരണം കിട്ടിയാൽ മന്ത്രിയാക്കണമെന്നും ആഭ്യന്തര വകുപ്പും വനം വകുപ്പും തനിക്ക് നൽകണമെന്നും അല്ലെങ്കിൽ VD സതീശനെ UDFന്റെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മതിയെന്നുമാണ് PV അൻവറിന്റെ ഡിമാൻഡുകൾ.